ഒരു ഹാൻഡ്ലൂം പ്രോഡക്റ്റ് അത് ഹാൻഡ്ലൂമാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ നിങ്ങൾക്കറിയോ? ഈ ഒരു മാർക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ മെറ്റീരിയൽ ഇതൊരു ഹാൻഡ്ലൂം തോർത്താണ്. തിരുവല്ലാമല വീവേഴ്സ് സൊസൈറ്റിയിൽ നെഫ്റ്റിൻ്റെ ക്രാഫ്റ്റ് ക്ലസ്റ്റർ ഭാഗമായിട്ട് ഞങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ സ്റ്റഡിയുടെ പാർട്ടായിട്ട് അവിടെ സ്റ്റോറിൽ പോയ സമയത്ത് എനിക്ക് കിട്ടിയൊരു ഡാമേജ്ഡ് പീസാണ്. പെട്ടെന്നൊരു ഐഡിയ തോന്നി, അത് ഞാൻ വാങ്ങി വെച്ചു. പിന്നീട് അതിനെ ഒരു പാറ്റേൺ കൺവേർട്ട് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞ് പീസസ് ക്രോസ് കട്ട് ചെയ്തെടുത്ത് അത് ജോയിൻ ചെയ്ത് ഒരു സിമ്പിൾ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷനാണ് ഞാൻ ചെയ്തത്. ഇതൊരു വലിയൊരു ഔട്ട്ഫിറ്റൊന്നുമല്ല, പക്ഷേ വി ക്യാൻ ബി പെയർ ഇറ്റ് അപ്പ് വിത്ത് സം അതർ ഡ്രസ്സസ്. അങ്ങനെ ഒരു ചെറിയ ഐഡിയയിൽ ചെയ്തു. ഇതാണ് അതിൻ്റെ ഒരു സ്മോൾ പ്രോസസ്സ്. ഇതൊരു തോർത്തിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീവിങ് എന്ന് പറയുന്നത് ഇഴകൾ കുറച്ചുകൂടെ അകന്നിട്ടുണ്ടായിരിക്കും. അതിൽ സ്റ്റിച്ചിങ് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുമല്ല, ആ ഒരു മെറ്റീരിയൽ ഈസിലി ഡാമേജും ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം സ്റ്റിച്ചിങ് എന്ന പാർട്ട് ഒഴിവാക്കാനും ആ ഭാഗങ്ങളിൽ ഹെമ്മിങ് ആഡ് ചെയ്യാനും ഒക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനെ പറ്റിയ സ്യൂട്ടബിൾ ഡിസൈൻ എന്ന രീതിയിൽ ആഡ് ചെയ്യാൻ ഞാൻ ചൂസ് ചെയ്തത് മെഷീൻ എംബ്രോയ്ഡറി ആണ്. നേരത്തെ പറഞ്ഞ മാർക്കിൽ വരുന്ന ബ്രൗൺ കളറും പിന്നെ കസവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്ന ഒരു ഗോൾഡൻ സെറി കളറും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനു മുൻപ് കമ്മിങ് ബാക്ക് ടു ദ ഐഡൻറ്റിറ്റി മാർക്ക്,